പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സമയം വിശുദ്ധ സഭയോഗമായി ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഞാൻ അതിന് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഓൺലൈനിലായിരിക്കുന്നവരുണ്ട്, ഇവിടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ ഓൺലൈനിലെ നെറ്റ്വർക്കിൻ്റെ തടസ്സമുള്ളവരെ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവിലിരിക്കുന്നുണ്ട്. ഉണ്ണിമോൻ ടീന തുടങ്ങിയവരൊക്കെയും ഫേസ്ബുക്കിലുണ്ട്. അവർ ലൈവ് ടെലികാസ്റ്റ് കാണാൻ എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഈ ദിവസങ്ങളിലായി ചില ആഴ്ചകളായി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളെ കുറിച്ചാണല്ലോ. അതിൽ രണ്ടെണ്ണത്തെ കുറിച്ച് ധ്യാനിക്കുവാൻ നമുക്ക് ഇടയാത്തീർന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് നാം കണ്ടു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് നാം കണ്ടു. ഇന്ന് നാം ധ്യാനിക്കുന്നത് അതിലെ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന ഭാഗമാണ്. ദയവായി ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാം. 5-ാം വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഒട്ടും നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു പ്രസ്താവനയല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഈ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലെല്ലാം നോക്കിയാൽ വളരെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ദാരിദ്ര്യം ഒരു ശാപമായി കാണുന്ന ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ, ആത്മീയ ലോകം പോലും ദാരിദ്ര്യത്തെ ശാപമായി ചിത്രീകരിക്കുമ്പോൾ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, ദരിദ്രന്മാർ, ആത്മാവിന്റെ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാരാണ്. ലോകത്തിലൊരു മനുഷ്യനും ആഗ്രഹിക്കാത്ത ഒന്നാണ് ദുഃഖം. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും എല്ലാം വല്ലവരിലെയും ദുഃഖങ്ങളില്ലാത്ത നല്ല ജീവിതം കിട്ടണേന്നാണ്. പക്ഷെ യേശു പഠിപ്പിക്കുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സന്തോഷം കിട്ടുന്നു. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ഇതേപോലെ വൈരുദ്ധ്യമായ വേറൊരു വിഷയത്തെയാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഒരു 10 സെന്റ് ഭൂമി ഒരു സൗമ്യനുണ്ടെങ്കിൽ അത് ഒരു 5 കൊല്ലം കഴിഞ്ഞ് അളന്നാൽ ഈ 10 സെന്റില് 8 സെന്റ് കാണും. ബാക്കിയൊക്കെ അപ്പുറത്തേക്ക് പോയി കാണും. കാരണം അവൻ എതിർക്കില്ലെന്ന് അറിയുന്നത് കൊണ്ട്, അവൻ പ്രകോപിതനാകുന്നില്ല എന്നതുകൊണ്ട് സൗമ്യനെ വഞ്ചിക്കുന്ന, സൗമ്യതയുള്ളവനെ വഞ്ചിക്കുകയും അവനുള്ളതിനെ തനിക്കാക്കുകയും ചെയ്യുന്നതായ സമൂഹത്തിൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കുന്നു. നമുക്ക് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്ന ഒന്നല്ല ഇത്. പിന്നെ എന്താണ് യേശു ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞത് എന്താണ്? ഈ സൗമ്യതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കുന്നത്? എന്താണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്? സൗമ്യത എന്നാൽ എന്താണ്? എന്നാലല്ലേ ഭൂമിയെ അവകാശമാക്കലൊക്കെ ഉള്ളൂ. എന്താണ് വാസ്തവത്തിൽ സൗമ്യത? നാം ഇതിനോട് നോക്കുക. ഞാനിത് പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം, സൗമ്യനായ ഒരു മനുഷ്യന്റെ പ്രത്യേകത, അവൻ തന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആശ്രയിക്കുന്ന ദൈവത്തെയാണ്. ചെറുതായാലും വലുതായാലും സകല കാര്യങ്ങളിലും അവൻ ആശ്രയിക്കുന്ന ആരെയാണ്? അവൻ ദൈവത്തെ. അതുകൊണ്ട് ഈ ലോകത്തിൽ സംഭവിക്കുന്ന കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും അവൻ എന്ത് ചെയ്യുന്നില്ല, അവൻ ഉത്കണ്ഠയുള്ളവനല്ല. സൗമ്യന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നായി ഞാൻ കണ്ടത് ഉത്കണ്ഠയില്ലാത്ത ജീവിതം നയിക്കുന്നവനാണ്. നമുക്കത് കഴിയോ ദൈവമക്കളെ? കാരണം എന്തുകൊണ്ടാണ് സൗമ്യതയുള്ളവൻ ഉത്കണ്ഠയില്ലാത്തവനായി തീർന്നത്? അവന്റെ ആശ്രയം, അവന്റെ ഏത് നിസ്സാര വിഷയത്തിനും, ഏത് ഗൗരവമേറിയ വിഷയത്തിനും അവൻ ആശ്രയിക്കാൻ ഒരിടമുണ്ട്. അവൻ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചിരിക്കുന്നവനാകിയാൽ അവന് കുലുക്കുവാൻ ഈ ലോകത്തിൽ ഒരു കഷ്ടങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ സാധ്യമല്ല. എന്നാൽ ഇനി നമ്മുടെ ജീവിതമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ.
നമുക്ക് എപ്പോഴും ഉത്കണ്ഠ മാത്രമേ ഉള്ളൂ. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ അവൻ എന്റെ അടുക്കലെത്തുന്ന പ്രാർത്ഥന വിഷയങ്ങളിൽ 90% വിശ്വാസികൾ ഉത്കണ്ഠകളാണ്. ആമേൻ, പ്രൈസ് ദി ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയൊക്കെ പറയുമെങ്കിലും നമ്മൾ വാസ്തവത്തിൽ അതിൽ അങ്ങ് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷം ഉത്കണ്ഠകൾ മാത്രമാണ്. നമ്മുടെ ഉത്കണ്ഠകളെ കർത്താവ് 3 രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മനുഷ്യജാതിയുടെ, ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും ഉത്കണ്ഠകളെ 3 കർത്താവ് തിരിച്ചിട്ടുണ്ട്. ഏതാ ഉത്കണ്ഠകൾ? മുഖ്യമായത് എന്ത് തിന്നും, എന്ത് കൊടുക്കും, എന്ത് കുടിക്കും. ഇതല്ലേ മനുഷ്യന്റെ വലിയ ഉത്കണ്ഠ. എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എല്ലാവരെയും ഉള്ളിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഉത്കണ്ഠ. ഇതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കൂട്ടരെ ഞാൻ നിങ്ങളോട് പറയാം. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക. കൃഷി നിലങ്ങളില്ല. കാരണം ഒരു സ്ഥലത്ത് അവരെ സ്ഥിരവാസക്കാരല്ല. അവർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, കുറെ വർഷങ്ങളായി യാത്ര. എന്നാൽ അവരിൽ ആർക്കും പട്ടിണി വന്നില്ല. അവരാരും പട്ടിണി കൊണ്ട് മരിച്ചില്ല. സ്വർഗത്തിലെ ദൈവം സമയാസമയങ്ങളിൽ ആവശ്യമായ ഭക്ഷണം അവർക്ക് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് സ്തോത്രമൊന്നുമില്ലേ? അതോ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഭക്ഷണമൊക്കെ ദൈവം സമയാസമയം തരുന്നവരെന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തോളൂ. സഭയ്ക്കകത്തെങ്കിലും സ്തോത്രം ദൈവത്തിന് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. എപ്പോഴും ദൈവമക്കളെ നിങ്ങൾ വായ തുറന്നാൽ അത് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കേണ്ടതായിരിക്കും. കർത്താവിന്റെ സന്നിധിയിൽ നിശബ്ദത പുലർത്തുന്നവർ വീട്ടിൽ പറയില്ല, പറയാൻ കഴിയില്ല. കാരണം ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ആത്മീക അന്തരീക്ഷത്തിലാണ്, അല്ലേ? എല്ലാവരും ആത്മീയ അന്തരീക്ഷത്തിലാണ്. ഇവിടെ സ്വപ്നം പറയാൻ പറ്റാത്തവർ ജീവിതത്തിൽ വീട്ടിന്റെ അകത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, മക്കളുടെ പ്രശ്നങ്ങളും അനുസരണക്കേടുകളും അവരുടെ പഠനവും മറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ എപ്പോഴാണ് സ്വപ്നം പറയാൻ കിട്ടുന്നത്? നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭം ഏതാണ്? ദൈവസന്നിധിയിലെങ്കിലും ദൈവത്തെ സ്തോത്രം ചെയ്ത് പാടുക. നിങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ നാളെ നിങ്ങളുടെ തലമുറ സ്തോത്രം ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളെക്കാൾ അവർ മിണ്ടാതിരിക്കും. അവസാനം ഇതൊരു ശവക്കോട്ടയായിട്ട് മാറും. ദയവായി നമ്മുടെ സഭകളെ ശവക്കോട്ടകളാക്കി മാറ്റാതെ മരിച്ചവരും മൗനത്തിൽ ഇരുന്നവരും മാത്രമാണ് ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്. നാമോ നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം. നമ്മുടെ കർത്താവ് നമുക്ക് ആവശ്യം അതെല്ലാം സമയാസമയങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ പിന്നെ ആര് കല്ല് സ്തുതിക്കൂ ദൈവത്തിന്? അത് അനുഭവിച്ചവരല്ലേ സ്തുതിക്കേണ്ടത്? കർത്താവിന്റെ നന്മകളെ പ്രാപിച്ചവരല്ലേ സ്തുതിക്കേണ്ടത്? പകരം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു പറഞ്ഞത് എന്നെയും നിങ്ങളെ കുറിച്ച് ആകരുത്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇവര് സ്തുതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിനക്ക് പകരം കല്ലും മണ്ണും സ്തുതിക്കും. അപ്പോ ദൈവത്തെ സ്തുതിക്കാത്തതിന്റെ ശിക്ഷ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന അർഹത അവർക്ക് കിട്ടും. അത് വരല്ലേ? വീണ്ടും എല്ലാ ഞായറാഴ്ചകളിലും ഇത് ആവർത്തിക്കപ്പെടരുത്. ഇവിടെ നിങ്ങൾ സന്തോഷിക്കുക. നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ദൈവത്തിന്റെ സന്നിധി കംപ്ലീഷൻ ഈ ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ഫുട്ബോൾ കാണുക, ക്രിക്കറ്റ് കാണുക, അതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ടീം നല്ല രീതിയിൽ കളിക്കുമ്പോൾ നിങ്ങൾ കൈയിട്ടിരിക്കും, എന്ത് ചെയ്യും? ഇരപ്പിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലാത്തവരും ഇന്നുവരെ നേരി കണ്ടിട്ടില്ലാത്തവനും രണ്ട് കുറ്റിക്കിപ്പുറം പ്രാർത്ഥന പോലെ ഓടി നടക്കുമ്പോൾ അതിനെ ആർക്കാൻ കഴിയും? ജീവൻ, മൂക്കിലെ ശ്വാസം, കൈയിലുള്ള സ്തുതിക്കാൻ നേരമില്ല. വൈരുദ്ധ്യം മനസ്സിലായോ? നാം മിണ്ടാതിരുന്നിട്ട് എന്ത് ഗുണം കിട്ടും നമുക്ക്? ദൈവകോപാലാണ്. ഇന്ന് പകലൊരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമുക്ക് നൽകി തന്ന അനുഗ്രഹങ്ങൾ നമ്മിൽ നഷ്ടപ്പെടുന്ന സമയമുണ്ട്. എന്താ കാരണം? നമുക്ക് ദൈവം തന്ന അനുഗ്രഹം നമ്മിൽ എടുത്തു മാറ്റും. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന് മഹത്വം കയറ്റാതിരിക്കാൻ ഞാൻ നിങ്ങൾ അനുഗ്രഹങ്ങളെ ശപിക്കും. ദൈവവചന പറയുന്നത്. നിങ്ങൾ സ്വപ്നം ചെയ്യിക്കാൻ ഭാഷകൾ നിർബന്ധപ്പെടുന്നു അല്ലത്. ദൈവം അനുഗ്രഹം തന്നാൽ
ആ അനുഗ്രഹത്തെ നിലനിർത്തണമെങ്കിൽ നീ അതിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിൽ പുസ്തകത്തിലൂടെ പറഞ്ഞത് വീട്ടിൽ പോയി നോക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതിന്റെ ആരംഭം ഈ അധ്യായത്തിന് ആരംഭം പറയുന്നു. ആമേൻ. ആകയാൽ പുരോഹിതന്മാരെ, ഈ ദൂതൻ നിങ്ങളോട് അല്ലപ്പാട് നിങ്ങളോടാണ്. ദൈവത്തിന് മഹത്വം കരേറ്റാകിയാൽ ഞാൻ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ ഞാൻ ശപിക്കും. അപ്പൊ അനുഗ്രഹം തന്ന ദൈവം തന്നെ തന്ന അനുഗ്രഹത്തെ ശപിക്കുവാൻ കാരണം നിങ്ങളുടെ നിശബ്ദതയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മടിക്കുകയും ദൈവത്തെ ആരാധിക്കേണ്ടവരും ആരാധിപ്പാൻ മടിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് നോക്കുക. അത് ഉപവാസ പ്രാർത്ഥന കിട്ടിയാൽ തിരിച്ചു വരില്ല കേട്ടോ. ഹല്ലേലൂയ. പിന്നൊരിക്കൽ പോയില്ല. ആമേൻ ശപിക്കപ്പെട്ടതിനെ കർത്താവാണ് തള്ളിക്കളയും. അതുകൊണ്ട് നമ്മുടെ നന്മകൾ ദൈവം നമുക്ക് തന്നതായ ഉപകാരമായ സൗകര്യങ്ങൾ, ആശ്വാസങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക. ആമേൻ. നോക്കുക. ആമേൻ. നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധിക്കുക. എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിൽ എന്താണ് ആരംഭം? എല്ലാത്തിന്റെയും എല്ലാ ഇഷ്യൂസിന്റെ പുറകിലേക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ സ്വയം പോകും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് വരുമ്പോൾ അവിടെ നിങ്ങൾ ദൈവത്തോട് നന്ദി കേട്ടുള്ളവരായിരിക്കും. സ്തുതിക്കാതെയോ അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ആമേൻ ദൈവജനത്തിലെ വലിയ പാപങ്ങളിൽ ഒന്നെന്താണ്? ആമേൻ താൻ ദൈവത്തെ ദൈവമെന്നോർത്ത് അവന് മഹത്വീകരിക്കുക ചെയ്യുകയാൽ അവരെ ദൈവം ചെയ്തു നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. ദൈവം അങ്ങോട്ട് ഉപേക്ഷിച്ചു. നന്നാവില്ല എന്ന് പറഞ്ഞ സാക്ഷിയിലേക്ക് മാറ്റുക. നമ്മളെ തള്ളിക്കളയല്ലേ ദൈവമക്കളെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു സൗമ്യതയുള്ളവർ ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ അവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. രാത്രി നല്ല ഭക്ഷണം കൊടുത്തു. അപ്പനും അമ്മയും നല്ല ഭക്ഷണം കൊടുത്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മയോട് ചാരി മോൻ ചോദിക്കുക, അല്ലെങ്കിൽ മോള് ചോദിക്കുക, അമ്മ നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ഏതെങ്കിലും ഇസ്രായേലിയ പാളയത്തിൽ ഏകദേശം 25 ലക്ഷത്തിലധികം ആളുകളുള്ള പാളയത്തിൽ ഏതെങ്കിലും ഒരുവിന് നാളെ ഇഡ്ഡലിയാണെന്നോ ദോശയാണെന്നോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ഏതെങ്കിലും ആളകത്തുണ്ടോ? ഇല്ല ദൈവമക്കളെ. അവർക്ക് ഉത്തരം ഒന്നേ ഉള്ളൂ. നമ്മുടെ മക്കൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാ നാളെ ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, അല്ലെങ്കിൽ വട ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും. പക്ഷെ അവിടെ പറയാൻ ഒരു അമ്മയ്ക്കും കഴിയില്ല. അവർക്ക് പറയാൻ ഒരൊറ്റ ഉത്തരമുള്ളൂ, ദൈവം കരുതും കാലത്തേക്ക്. ഇന്ന് രാമൻ പകൽ മനസ്സിലാക്കുക, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഇസ്രായേലിന്റെ വിശ്വാസത്തിന് പേരിൽ അവർക്ക് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് പിറുപിറുപ്പുണ്ടായിട്ടുണ്ട്. ശരിയാണ്. ആ പൊട്ടവശങ്ങളൊക്കെ മാറ്റിവെച്ച് ആ നല്ലതിനെ ഓർത്ത ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അവരുടെ ആശ്രയ ജീവിതം പാളയത്തിനകത്ത് ആമേൻ സമയത്ത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ നന്മ കൊടുക്കുന്ന, അവർ ഭക്ഷണം കൊണ്ടുവരുന്ന ഒരു അത്ഭുതവാനാകുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽ ഇസ്രായേൽ മക്കൾ ഇവിടെ ഈ ദൈവജനം ദൈവത്തിൽ ആശ്രയമാകിയാൽ അവരൊരിക്കലും പതറുകയില്ല. കാരണം അവനെപ്പോഴും അത് നമ്മുടെ ഭാഷ പറഞ്ഞ പൊട്ടന. ഒരിക്കലും ഒരു സ്ത്രീയോട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭർത്താവ് ചോദിച്ചു, നീ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വലിയ കടബാധനയുള്ള ഒരു കുടുംബം, നീ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചു പോഷിച്ചിരുന്നോ? ദൈവം നമ്പരായപ്പോ നൂലുകൊണ്ട് ഇറക്കിയതല്ലോ എന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നൂലിമക്കോടെയല്ല, നൂലില്ലാതെ ഇറക്കുന്നവനാ എന്റെ കർത്താവ്. എന്റെ കർത്താവിന് നൂല് വേണ്ട. നൂലില്ലാതെ ഇറക്കി തരുവാൻ കഴിയുന്ന, കാക്കയില്ലാതെ പോഷിപ്പിക്കാൻ കഴിയുന്ന, വിധവയില്ലാതെ പോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെ എനിക്കറിയാം. അവൻ എന്റെ വിഷയങ്ങൾക്ക് പരിഹാരകനാണ്. അവൻ എനിക്ക് മതിയായവനാണ്. ആ പ്രതിരോധത്തിൽ പ്രയാസങ്ങളിൽ അവൻ മതിയായവനെന്ന് ഏറ്റവും അറിയുന്ന ഒരു അനുഭവം ഇന്ന് പകൽ നമുക്കുണ്ടാകട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. സൗമ്യതയുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരു ബുദ്ധിമാനായിട്ട് കാണുന്ന ലോകമല്ല ഇത്. അവനൊരു മോശൻ അറിവില്ലാത്തവൻ, പരിജ്ഞാനമില്ലാത്തവനായി കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇവനറിയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇവനറിയാം സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു അരുമനാഥൻ, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്റെ ശരീരം ഉച്ചി മുതൽ ഉള്ളങ്കാലടി വരെ
ഹല്ലേലൂയ. ചീഞ്ഞളിഞ്ഞാലും മരണവിധേയമായ ശരീരത്തിൽ പോയാലും ഞാനങ്ങ് സഹോദരന്മാരെ കല്ലുമ്മൽ ഇരുമ്പെഴുത്താണി കൊണ്ട് ഹല്ലേലൂയ മാഞ്ഞു പോകാതെ ഒന്ന് എഴുതി വെക്ക്. എന്താണ് യോബേ ഇരുമ്പെഴുത്താണി കൊണ്ട് മാഞ്ഞു പോകാതെ കല്ലുമേ കൊത്തേണ്ടത്? എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇത് നിങ്ങളൊന്ന് എഴുതുക. അവൻ ഒരു ദിവസം വരുമ്പോ ഞാൻ ഏകസാഹിത്യനായി എന്റെ സ്വന്തം ശരീരം കൊണ്ട് ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. സൗകര്യമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മോശനായ ലോകം കാണും. പ്രതികരണമൊന്നും കാണില്ല. അവൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അവന്റെ രണ്ടാമത്തെ ലക്ഷണം, അവരൊന്നിനും വെറുക്കാറില്ല, ഒന്നിനെ അവർ സ്നേഹിക്കാറുമില്ല. അവരൊന്നിനും വെറുക്കാറുമില്ല, ഒന്നിനോട്ട് അമിതമായി സ്നേഹിക്കാറില്ല. അമിതമായി സ്നേഹിക്കാറില്ല. അവർ അമിതമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ വീണ്ടെടുപ്പുകാരന് മാത്രം. പണ്ടൊരാൾ പറഞ്ഞു, ഒന്നെങ്കിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. ഇതാ നമ്മുടെ ചിന്ത. നമുക്ക് ആരോടെങ്കിലും പ്രിയം തോന്നിയാൽ പിന്നെ എന്താ പറയാ, അങ്ങ് കയറി പോകും. പിന്നെ ആ വ്യക്തി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പ്രമാണം നമുക്കില്ല. ഏത് കുഴി കൊണ്ടിട്ടാലും നമ്മൾ കുഴപ്പമില്ലാതെ പറയും. അവൻ സൗമ്യമുള്ളവന്റെ ലക്ഷണം, അവൻ ആരെയും വെറുക്കുന്നില്ല. നിങ്ങൾ നിന്ദിച്ചോ, നിങ്ങൾ അപഹസിച്ചോ, അത് അങ്ങോരം എത്തുകൊള്ളില്ല. അപ്പൊ തന്നെ നിങ്ങൾ വല്ലാണ്ട് ഉയർത്തിയാലോ അതും കൊള്ളില്ല. നമുക്കൊക്കെ ആണെങ്കിൽ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവങ്ങളിൽ ഒന്നാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പക്ഷേ ഇന്നത്തെ പ്രസംഗം കൂടെ എന്നോടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവിക മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യും? എനിക്കൊരു ഇല്ലേ, ഇന്ന് പ്രസംഗം ഉറപ്പുറച്ചത് നല്ല പ്രസംഗം തോന്നി. ആർക്കും തോന്നല്ല കേട്ടോ. അങ്ങനെ ആർക്കും തോന്നല്ലേ. മനുഷ്യൻ ഇങ്ങനെ പുകഴ്ത്തുമ്പോ കരയാനാ പറഞ്ഞത്. മനുഷ്യൻ ഇങ്ങനെ പ്രസംഗം എന്നോട് പ്രസംഗം പറയും. എൻ്റെ അമ്മായിയോട് പറഞ്ഞതാ. ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ ആത്മീക ശുശ്രൂഷകളുടെ ബേസിക്, എൻ്റെ ആത്മീക നന്മകളുടെ സ്രോതസ് എൻ്റെ അമ്മായിയാണ്. എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത സഹോദരിയാണ്. എന്നെ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ചേർക്കുമ്പോൾ അമ്മായി പറഞ്ഞു, നിന്റെ പ്രസംഗം നല്ലതാണെന്നും നീ നല്ല പ്രസംഗം പ്രസംഗിക്കുന്നതാണെന്നും ആളുകൾ പറഞ്ഞാൽ എൻ്റെ മോനെ അന്ന് രാത്രി നീ കൂടുതൽ സമയം കരഞ്ഞോളൂ. കാരണം പിശാച് വളരെ അടുത്തെത്തിയെന്നാണ്. സൗമ്യതയുള്ള ഒരു പ്രത്യേകത, മനുഷ്യന് പുകഴ്ത്തുമ്പോൾ അങ്ങ് കയറി പോകാറില്ല. ചിലർക്ക് തോന്നും ഞാനല്ലാതെ ആരാ ഉണ്ടെന്ന്. പണ്ട് ഇവിടെ ഒരു സംഘടന മീറ്റിംഗ് നടക്കുകയാണ്. സഹോദരിമാരുടെ പ്രോഗ്രാം നടക്കുക. കാലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇരിക്കുക. ഉച്ചയ്ക്ക് അവര് പുതിയ വർഷത്തേക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുണ്ട്. പുതിയ വർഷത്തിലേക്ക് അവരാരെ നയിക്കണം, അങ്ങനെ സഹോദരന്മാരെ പ്രതികളെ തിരഞ്ഞെടുക്കുക. ഒരു സഹോദരി വന്നിരുന്ന് പറയാണ്, സെക്രട്ടറി ഞാൻ തന്നെയായിരിക്കും. കാരണം പ്രസിഡന്റ് കസേര ഒഴിവില്ല, ഒരാളവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കും. അപ്പോൾ സെക്രട്ടറിയെ പറ്റുള്ളൂ. സെക്രട്ടറി ഞാനായിരിക്കും. കാരണം എൻ്റെ അത്ര കഴിവുള്ളവരോട് ആരാ പറഞ്ഞേ? ഇതേ വ്യക്തി. എൻ്റെ അത്ര കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഇതിനകത്ത് ഒരു സൗകര്യമാരും ഇല്ലാത്തതുകൊണ്ട് ഞാനായിരിക്കും സെക്രട്ടറി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു കമ്മിറ്റി അംഗത്തിന്റെ പേരായിട്ട് പോലും ഇയാളെ പേര് കൊണ്ടില്ല. തന്നെതാൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും കേട്ടോ. മറ്റൊരാൾ നമ്മെ ഉയർത്തിയാൽ അവരോടൊരു പ്രിയം തോന്നല്ലേ, ചതിക്കും. നിന്നെ ആര് ഉയർത്തി എന്ന് കേട്ടാലും അതിന്റെ ഒപ്പം അങ്ങ് സോപ്പ് കുമ്മള പോലെ പൊന്തിപ്പോയാൽ അവൻ നിലനിൽപ്പത് പൊട്ടും. യേശു ക്രിസ്തു ഓശന്ന ദാവീദ് പുത്രൻ ഓശന്ന എന്ന് പറഞ്ഞ അതേ വായ കൊണ്ട് അവനെ ഓശന്ന പരമൻ കൈ ഉയർത്തി വീശിയ ഇന്നപ്പനോലെ വീശിയ കൈകൾ കൊണ്ട് കല്ലെടുത്ത് വാരി എറിഞ്ഞത് മറക്കല്ലേ. യേശുവിനാണ് ഈ ചരിത്രമെങ്കിൽ ഇന്ന് ഓശന്ന വാരിവൻ നാളെ നിന്നെ കല്ലെറിയുമെന്നുള്ള ഉത്തമ ബോധത്തോട് ദൈവം തങ്ങൾക്ക് ഓരോരുത്തൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവം തന്ന നിലയിൽ മാത്രം സന്തോഷിക്കട്ടെ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാതെ, മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോൾ ഉയർന്നു പോകാതെ, താഴ്ത്തുമ്പോൾ താഴുക ആവശ്യമില്ല. ഉയർത്തുമ്പോൾ ഉയരാതിരിക്കുന്നത് പോലെ തന്നെയാണ്
മറ്റുള്ളവരെന്ത് ചെയ്യും? ആമേൻ, താഴ്ത്തുമ്പോൾ നിങ്ങൾ താഴേണ്ട ആവശ്യമില്ല. ആമേൻ, ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നിന്നെ താഴ്ത്താൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല, ഒരു ഭരണകൂടത്തിന് കഴിയില്ല. പിന്നെയല്ലേ അപ്പൊ എന്തിനാ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് ആപരാധികളില്ലാത്ത ഒരു ജീവിതമാണ്. Praise the Lord. Hallelujah. Praise the Lord. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ ദൈവത്തെങ്കിലും ഒരു പ്രതിഫലം വിശ്വസിക്കുന്നവരാണ്. എല്ലാത്തിനും ദൈവത്തിന്റെ പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നീതിയോട് വിധിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇവരെപ്പോഴും എന്ത് ചെയ്യും? സന്തോഷം ഉണ്ടാകും. നമുക്ക് ആ സന്തോഷം ഉണ്ടാകും. നമുക്കൊരു അപരാധം വന്ന് നമുക്ക് ഒരാൾ നമ്മോട് ദോഷം ചെയ്താൽ, ഒരാൾ നമ്മെ ഒന്ന് വിഷമിപ്പിച്ചാൽ, പിന്നെ നമ്മുടെ ചിന്തയും കത്തും അവർക്ക് പോലും പറ്റുള്ളൂ. അവർക്കെന്തെങ്കിലും പറ്റൂ? ഇതാണ് നമ്മുടെ ചിന്ത. അവർക്കെന്തെങ്കിലും ദോഷം വരണം. പ്രൈസ് ഹല്ലേലൂയ. ആ നേരത്തായിരിക്കും നിങ്ങൾ കാണേ അവരുടെ കാല് ഒന്ന് കല്ലുമ്പോ തന്നു. ഇതാ ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞു ദൈവം ശിക്ഷിക്കാതെ വിടില്ലെന്ന്. ഏത് കാല് തട്ടി നീ കല്ലുമ്പോ അത് പറഞ്ഞത് നീ ഇങ്ങോട്ടിരിക്കും, നിന്നോട്ട് പിന്നാക്കം വരണ്ട് വീണു, താഴേക്ക് ഇപ്പുറത്തേക്ക് നീ തന്നെ വീണു. അപ്പൊ ദൈവം താങ്ങി, അവിടെ താങ്ങിയില്ല. ഈ വക ഈ വികൃതമായ ആത്മീയ നിലപാടുകൾ ഒരു സൗമ്യതയോടെ ഉണ്ടാകുകയില്ല. അവൻ എപ്പോഴും പറയും, എന്നെ നീ നിന്ദിച്ചോ? കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ നിന്ദിച്ചവർ നിന്ദ എന്റെ മേൽ വീണു. ദൈവമക്കളെ, നീ ദൈവ പൈതല, നീ ദൈവത്തിന്റെ ഹല്ലേലൂയ നിക്ഷേപമാണ്. നിന്നെ ഒരാൾ നിന്ദിച്ചാൽ, നിന്നെ ഒരാൾ അപമാനിച്ചാൽ നീ വിഷമിക്കേണ്ട. ചുമക്കാൻ കൂടെ ഒരാളുണ്ട്, കയ്യിന് അപ്പുറത്ത് കൊണ്ടുപോകും. കർത്താവ് പറയുകയാണ്, നിന്നെ നിന്ദിച്ചവർ നിന്ദ എന്റെ മേൽ വീണു. ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ മറ്റൊരാൾ നിന്നെ നിന്ദിച്ചതിന്റെ പേരിൽ, ആക്ഷേപിച്ചതിന്റെ പേരിൽ, അപമാനിച്ചതിന്റെ പേരിൽ നീ എന്തിനു വേദനിക്കണം? നിന്റെ കൈവശം വെക്കല്ലേ. അവൻ ഏറ്റെടുക്കുന്ന ഒരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, അവന്റെ കൈ ഒടുക്കുക, അവൻ അതിന് വേണ്ടി പകരം ചെയ്തോളൂ. പകരത്തിന് വേണ്ടി നീ പ്രതീക്ഷിക്കണ്ട, അത് നിന്റെ ജീവിത ലക്ഷ്യമല്ല. പലരും പ്രതികാര ചിന്തയോടുകൂടെ ജീവിച്ചിട്ട് നശിച്ചു പോയി ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ നാശം ഒരു പക്ഷം നിന്നെ ഉപദ്രവിച്ചിരിക്കാം. ഞാൻ എപ്പോഴും പറയാറില്ലേ, ആമേൻ, ഒരു അമ്മച്ചിക്ക് പറ്റിയ കുഴപ്പം, ആമേൻ, അപ്പുറത്തെ വീട്ടുകാർ അവരെ ഉപദ്രവിച്ചു, ദോഷം ചെയ്തു, ശരിയാ. അവിടെ എന്ത് നടന്നാലും അത് ദൈവനായ തന്റെ വീട്ടിൽ നടക്കുന്നതെല്ലാം പരീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ നിന്ദിച്ചവന്റെ മുമ്പിൽ, എന്നെ ഉപദ്രവിച്ചവരെ വീട്ടിൽ വരുന്നൊക്കെയും ദൈവത്തിന്റെ ന്യായവിധി. അതിനേക്കാൾ കട്ടിയുള്ളത് എന്റെ വീട്ടിൽ വരുമ്പോഴോ അതിന് വരുന്ന പരിശോധന ദൈവം പരീക്ഷിക്കുകയാണ്. അത് അവർക്ക് പറ്റില്ല. ഇതൊന്നൊരു സൗമ്യന്റെ ലക്ഷണമല്ല. പലരും കൊടുത്തു വാങ്ങിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ആമെ കൊടുത്തു വാങ്ങിക്കുന്നവർ അപ്പുറത്തെ ന്യായവിധി കണ്ട് സന്തോഷിച്ച് ആമെ ആഹ്ലാദിച്ചിരിക്കുമ്പോഴായിരിക്കും അതിന്റെ 10 ഇരട്ടിൽ ബുമറാങ് പോലെ നിന്റെ നെഞ്ചത്ത് ഒന്ന് തറയ്ക്കുന്നത്. ആമേ, അന്ന് നെടുങ്ങിയിട്ട് കാര്യമില്ല, കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. ആമേ, സൗമ്യതയുള്ളവരെ പോലെ പ്രൈസ് ദി ലോർഡ്, നിന്റെ മേൽ എന്ത് വന്നാലും സന്തോഷമായാലും ദുഃഖമായാലും അതെല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തോടെ നീ ജീവിച്ചാൽ നിന്റെ സർവശക്തനാകുന്ന ദൈവം ഈ മരുഭൂമി യാത്രകളിൽ ഓരോരുത്തരുടെ മുമ്പിൽ ലക്ഷിക്കാതെ നിന്നെ ജയോത്സവമായി നടത്തും. ഈ വിശ്വാസം നിന്നെ നയിക്കുമാറാകട്ടെ. ഇവരുടെ അവസാനത്തെ ചിന്ത ഞാൻ പറയാം, തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും കൂടി അർഹതപ്പെട്ടതാണെന്നാണ്. തനിക്കുള്ളതൊക്കെയും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണെന്നാണ്. നമുക്കങ്ങനെ ചിന്ത വരാറുണ്ടോ? ഇല്ല. നമ്മുടെ ചിന്ത എനിക്കുള്ളതൊക്കെ എനിക്ക്, എനിക്ക് ഞാൻ ആരോടും വരുന്നുമില്ല, എനിക്ക് ആരോടും വേണ്ടതിനും, പക്ഷെ എനിക്കുള്ളതൊരു പങ്കുവെക്കാനും ഞാൻ തയ്യാറ് അല്ല. അത് ക്രിസ്തു സ്വഭാവമല്ല, അത് ക്രിസ്തീയ സ്വഭാവമല്ല. അതൊരു സാധാരണ പ്രവണതയാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് എന്തിനു വേണ്ടിയാണ്? നാം ഒരു അനുഗ്രഹമായിരിക്കാനാണ്. ദൈവം എന്നെയും നിങ്ങളെ അനുഗ്രഹിച്ചത് നാം അനുഗ്രഹമായിരിക്കാനാണ്.
നീ കിട്ടിയതൊക്കെ പെട്ടിലിട്ട് കൂട്ടി ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് സകല ബ്ലേഡ് കമ്പനിയിലും കൊണ്ടുപോയിട്ടിട്ട് അതിങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടും ഇങ്ങനെ ആമേ മുന്തിരിക്കൊലയ്ക്ക് കാത്തിരിക്കുന്ന കൊടുക്കിനെ പോലെ ചെറിയ വെള്ളം ഒലിച്ച് നിൽക്കണ്ട. നീ ഒന്ന് പങ്കുവെച്ച് നോക്ക്. ആവശ്യകാര്യമായി ഒന്ന് പങ്കുവെക്ക്. ആമേ ദൈവവചനത്തിൽ എല്ലായിടത്തു കൊടുക്കണമെന്നല്ല പ്രമാണം. ആമേ വചനത്തിന്റെ പ്രമാണം എന്താണ്? പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് കൃത്യമായ വചനം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പൗലോസിന്റെ ലേഖനത്തില് നമ്മളതൊന്നും കാണാറില്ല. എന്തൊക്കെ തന്നെ ശ്രദ്ധിക്കാൻ നമുക്ക് മനസ്സിലില്ല. നിങ്ങളുടെ സുഭിക്ഷത മറ്റൊരുത്തന്റെ ദൗർഭിക്ഷതയ്ക്ക് ഉതകണം എന്ന് പറഞ്ഞാൽ നിന്റെ സമൃദ്ധി വേറൊരുത്തന്റെ ദാരിദ്ര്യത്തിന് പ്രയോജനപ്പെടണം. അതുകൊണ്ട് നിങ്ങൾക്കില്ലാതെ അവനുള്ളതാക്കി മാറ്റണം. അല്ല, ദൈവവചനം പറയുന്നു സമത്വം വേണമെന്നത്രേ. നിന്റെ എല്ലാം എടുത്തു കൊടുക്കാനല്ല, നിനക്കുള്ളതുപോലെ തന്നെ അപ്പുറത്തും ഒന്ന് കരുതണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. ഞാനീ പറഞ്ഞത് ബൈബിളിലെ വാക്യങ്ങളാണ്. സുഭിക്ഷത പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്, അനുഗ്രഹം പങ്കുവയ്ക്കേണ്ടതാണ്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല. ഉൽപ്പത്തി പുസ്തകം എടുത്ത് അതിന്റെ 8 മുതൽ 4-8 മുതൽ ഉൽപ്പത്തി 4-8 മുതൽ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് വയലിലേക്ക് പോയെന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയ്യൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയ്യനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചു. നിന്റെ സഹോദരനാകുന്ന ഹാബേൽ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിനെ അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ തുറന്ന ഭൂമി ദേശം നീ വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. അനുഭവിക്കുവാൻ ദൈവം കൊടുത്ത മണ്ണ് അന്യപ്പെട്ടു. ദൈവത്തിന്റെ അനുജനെ കൊന്നെല്ലാം സ്വന്തമാക്കി ആരും അറിയാതെ തട്ടിക്കൊട്ട് ആമേ ഹല്ലേലൂയ ഒളിച്ചു വെച്ചു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേ സ്വാഭാവികമായി ആദാമിന് 2 മക്കളാണ് പ്രാരംഭത്തിൽ, കയീനും ഹാബേലും. ഹാബേൽ മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. ഹാബേലിനറിയാം, ദൈവത്തിനറിയാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിനെ കുഴിച്ചിട്ട് മൂടിക്കാണും. കാരണം അതുകൊണ്ടാണല്ലോ എവിടെയെന്ന് ചോദിച്ചത്, കാണാനില്ല. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, കയ്യിന്റെ ഉള്ളം പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ മാത്രമല്ല ഉള്ള ഈ ഭൂമിയിൽ, അമ്മയ്ക്ക് ശേഷം ഞാൻ മാത്രം. ദൈവം പറഞ്ഞു, മോനെ, നിന്റെ സഹോദരൻ നിന്നോട് കൂടെ അവകാശിയാകേണ്ട നിന്റെ അനുജൻ ഹാബേലിന്റെ രക്തം നിന്റെ കൈക്കൊമ്പിൽ നിന്റെ മുക്കിൽ നിന്ന് അടിച്ചു കൊന്നപ്പോ അവന്റെ ചോര വാർന്നൊഴുകിയപ്പോൾ അത് നക്കിക്കുടിക്കാൻ വായ തുറന്ന ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമി വിട്ട് നീ ശാപഗ്രസ്തനായി നീ വിട്ടു പോകണം. നിന്നെ സ്വന്തമാക്കുമെന്നല്ല പറഞ്ഞത്, നീ പോകണം ഇവിടെ നിന്ന്. ദൈവം പുറത്താക്കും. വല്ലതും നേടിയോ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ഇവിടെ ഒന്നും കൈവശമായില്ല, എല്ലാം നഷ്ടപ്പെട്ട ചരിത്രമല്ലേ ഉള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആഗാർ നേടിയോ? ലോത്ത് നേടിയോ? ദേമാസ് നേടിയോ? എത്ര ആളുകളെ ബൈബിളിൽ കാണിച്ചിട്ടുള്ളത്? അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഇത് വായിച്ചു പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികൾ ഓർക്കുന്ന കഥയില്ലത്. ഇതൊക്കെ നമ്മൾ മുന്നറിയിപ്പായി നൽകി തന്നതാണ്. ഇനി നമുക്ക് വേഗം പോകാം. ഈ ഭൂമിയെ കൈവശമാക്കുന്ന യേശു പറഞ്ഞ സൗമ്യത എന്താണ്? ഭൂമിയെ കൈവശമാക്കുന്ന സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്നാണല്ലോ യേശു പഠിപ്പിച്ചത്. ഈ പഠിപ്പിച്ച സൗമ്യത ഞാൻ പറഞ്ഞ പ്രാരംഭത്തിൽ, സൗമ്യതയുള്ളവന് നഷ്ടം വരുത്തുന്ന, അവൻ്റേത് കവർന്നെടുക്കുന്ന ഈ ലോകത്തിൽ എങ്ങനെയാണ്, ഏത് സൗമ്യതയാണ് ഇവനെ അവൻ ഭൂമിയെ അവകാശമാക്കുന്നത്? ഈ സൗമ്യതയുടെ പേരെന്താ? വായിക്കാം നമുക്ക്. മത്തായി 11:28.
മത്തായി 11:25. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും യേശു നിങ്ങളുവനാ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. ഈ സൗമ്യത എന്താണ്? ക്രിസ്തു സ്വഭാവമാണ്. യേശു തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ എങ്ങനെയുള്ളവനാ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. അപ്പൊ ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ക്രിസ്തീയതയിൽ അഥവാ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്തായിരുന്നാണ്? ക്രിസ്തു ആമേനും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഇന്ന് തന്നു, ഇതൊന്നും വലിയ കാര്യമല്ല, ഇതെല്ലാം മണ്ണാണ്, ഇതിവിടെ ഇട്ടുപോകും, ഇതിവിടെ ഇട്ടുപോകും. എന്നാൽ ഇട്ടുപോകാത്ത ഒന്നുണ്ട്, അത് ക്രിസ്തുവിന്റെ താതാത്മ്യപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവൻ യേശുവാണെന്ന് ലോകം നിങ്ങളെ തെറ്റിദ്ധരിക്കണം. എന്നെ കണ്ടാൽ അവൻ ദേവീശൻ നല്ല മനസ്സിലാക്കുന്നത്. എന്നെ കാണുമ്പോൾ എന്റെ സ്വഭാവവുമായി അടുത്തു പരിചയമുള്ളവർ, എന്നെ അങ്ങനെ ചിന്തിക്കുന്നവർ, അവൻ അവൻ യേശു ആണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടണമെന്നാണ് യേശു കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആ ക്വാളിഫിക്കേഷൻ പ്രാപിക്കാൻ വേണ്ടി നാം ഓരോ ദിവസവും ഈ ഒരക്കല്ലിനോട് നമ്മെ ഒന്ന് ചേർത്ത് നോക്കണം. 2 കൊരിന്ത്യർ 3:18 വായിച്ച്. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മീതെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ രൂപാന്തരപ്പെടണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? യേശുവിനെ പോലെ ആകുക. എന്റെ ഇടപാടുകൾ, എന്റെ പെരുമാറ്റങ്ങൾ, എന്റെ കൊടുക്കൽ വാങ്ങലുകൾ, എന്റെ വാക്കുകൾ എല്ലാം ക്രിസ്തുവിനെ പോലെയാകുക. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കാൻ നമ്മുടെ മനസ്സിൽ വെക്കുന്ന ഒരു ചിന്ത നല്ലതാണ്. ജോയില് എന്നോട് വളരെ കോപിച്ചു, സംസാരിച്ചു, ഭയങ്കര കൃത്യനായിട്ട്. അവൻ ജോയില് ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണിക്കുന്നു വേണ്ട, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജോയില് ദേഷ്യം വന്നത്. വീട്ടിൽ കാണുമെന്ന് എനിക്കറിയില്ല, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് ഒരു തത്വത്തിൽ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി പറയാം. എന്നോട് വളരെ ചോദിച്ചു. ന്യായമായ കാര്യങ്ങൾ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്, ന്യായമായ ഉത്തരം എൻ്റെ കയ്യിൽ ഉണ്ട്. മറുപടി കൊടുക്കാൻ ഞാൻ മറുപടി പറഞ്ഞാൽ ജോയിലിന് മിണ്ടാതിരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ മറുപടി പറഞ്ഞ് ജോയിലിന്റെ ഒന്ന് സ്റ്റാൻഡ് പിടിപ്പിക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. ഇതിലേതായിരിക്കും നാം സാധാരണ തിരഞ്ഞെടുക്കാറ്? നമ്മൾ മുഴത്തിന് പറ്റിയവരല്ലേ? ഇപ്പൊ എല്ലാവരും 10 ഭാഗങ്ങളെ പോലെ ഇരിക്കണം. ഒരു വാക്കിന് 2 വാക്ക് കൊടുത്ത് അവന്റെ അണ്ണാക്കി തള്ളി കൊടുത്തവരവിടെ ഇരിക്കുന്നത്. പിന്നെ ആഴ്ച നിങ്ങളെ കണ്ടല്ലോ ഓടണം. ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു ഇവിടെ. ഒരിക്കൽ പട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഒരു പൂച്ച വരുന്നു. അപ്പൊ ഇങ്ങോട്ട് തോന്നിയത് എന്റെ വീടാണ്. ഇങ്ങോട്ടങ്ങോട്ട് ചെന്നു പൂച്ചയുടെ അടുത്തേക്ക്. പൂച്ച കൈ നിർത്തി ഒന്നാ കൊടുത്തു. പട്ടി വലുതും പൂച്ച ചേർന്നു. പക്ഷെ അടി പട്ടിക്കാ കിട്ടിയത്. പട്ടിക്ക് ഇവിടെ ഭയങ്കര വേദന. പിന്നെ എന്തുണ്ടാകുമെന്ന് അറിയോ? ഈ പൂച്ച അതിലെങ്ങാനും വരുമ്പോൾ ഈ കിടക്കട പട്ടി ഫ്രണ്ടിൽ പോയിട്ട് ഞങ്ങളുടെ പുറകെ വന്നിരിക്കാറുണ്ട്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും തോന്നാറുണ്ട് വാമേ നമ്മൾ കാര്യം പറഞ്ഞു എന്ന്. എന്നാൽ ഇന്ന് പകൽ
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എനിക്ക് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടും കൂടെ ഞാൻ പ്രസംഗിക്കുന്നത് അത് എനിക്ക് മുന്നറിയിപ്പാൻ നിൽക്കുവാൻ. പകരം ക്രിസ്തു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് ചോദിച്ച്, എന്നോട് ക്രുദ്ധിച്ച്, എന്നെ നിന്ദിക്കുന്ന ജോയലിനോട് മറുപടി പറയുമ്പോൾ, ഞാൻ അവന് ന്യായമായ ഉത്തരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും മറുപടി പറയാൻ നിൽക്കുമ്പോൾ ഞാൻ ഒന്ന് ചിന്തിക്കണം, എന്റെ സ്ഥാനത്ത് യേശു ക്രിസ്തുവാണെങ്കിൽ ജോയലോട് എങ്ങനെ ഇടപെടും? അതാ ക്രിസ്തുഭാവം. ഇത് നമുക്ക് മനസ്സിലാവുന്ന വിഷയമാണ്. എന്റെ സ്ഥാനത്ത് ജോയൽ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ, എന്റെ സ്ഥാനത്ത് യേശുവാണ് നിൽക്കുന്നതെങ്കിൽ ജോയലിനോട് എന്തു സമീപനം സ്വീകരിക്കും? ആ സമീപനം എനിക്ക് എടുക്കാൻ എപ്പോൾ കഴിയുമോ അപ്പോഴാണ് തേജസ് പ്രാപിച്ച് ഞാൻ ക്രിസ്തുവിന്റെ പ്രതിമയായി മാറുന്നത്. സ്തോത്രയ്ക്ക് പോയി എല്ലാവരും നിങ്ങൾ ജീവനോടുകൂടി ഇരിക്കണമെന്ന് എനിക്ക് തോന്നണം. ഇതിന് സ്വത്രം പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. അടുത്ത ആഴ്ച ഇത് പ്രാപിച്ചിട്ട് സ്വത്രം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? യേശു ക്രിസ്തു എന്ന സ്ഥാനത്താണെങ്കിൽ ഈ വിഷയത്തിന് മേൽ ഞാൻ എന്ത് പറയുക, യേശു എന്ന് പറയും, അത് ഞാൻ പറയാൻ ശ്രമിക്കുകയും അത് പറയാൻ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തു ശിഷ്യനായി ഞാൻ മാറുന്നത്. അപ്പോഴാണ് ലോകം എന്നെ യേശുവായി കാണുന്നത്. ഹല്ലേലൂയ. നമുക്കൊക്കെ മനസ്സിലായോ? അതല്ലേ പലപ്പോഴും പലരുടെ ആഹ്ലാദം സന്തോഷം എന്താ അറിയോ? അവര് പറയും, ഞാൻ രണ്ട് കൊടുക്കുന്നത് തിന്നു, ഞാൻ രണ്ടെണ്ണക്ക് പറഞ്ഞു. സൗമ്യതയുള്ളവൻ ഒരു പൊട്ടനെ പോലെ തലി കുറിച്ച് നാടി പോകും. നിങ്ങൾ വിചാരിക്കുന്നവൻ തോറ്റുന്നു, സത്യത്തെ ജയിച്ചതാവനാണ്. അവൻ നിന്റെ ഉള്ളിൽ സ്ഥലം നേടി. എന്തിനെ? നിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനമില്ലേ? അതാണ് അവകാശമാക്കുന്ന ഭൂമി. നിന്നെ നിന്ദിക്കുന്നത് മണ്ണ്, അവൻ നിന്ദിക്കുന്ന നിന്നെ, ആക്ഷേപിക്കുന്ന നിന്നെ അവൻ നിശബ്ദതയോടെ അവൻ അടുക്കുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, എന്റെ ദാസനെ പോലെ ചെകിടൻ ആരുണ്ട്? എന്റെ ദാസനെ പോലെ കുരുടൻ ആരുണ്ട്? കേൾക്കേണ്ടത് ന്യായം കൈയുണ്ടായിട്ടും പ്രതിവാദം പറയാതെ പിതാവിൽ സകലതും ഫലമേൽപ്പിച്ച് സകലതും സഹിച്ച സൗമ്യനായി ആ നിൽക്കുന്ന കർത്താവ് നമ്മുടെ ഉന്നത്തിലേക്കൊന്ന് കയറി വരട്ടെ. ആ യേശു ക്രിസ്തുവിന്റെ രൂപം നമ്മുടെ ഉള്ളിൽ ഒന്ന് സ്വാധീനിക്കട്ടെ. ചിലർ കൊണ്ട് ഹല്ലേലൂയ ആമേൻ രണ്ട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം, അന്ന് ഉറക്കം കിട്ടില്ല. ഓ പ്രൈസ് ലോർഡ്. ചിലർക്ക് ഈ ട്യൂബ്ലൈറ്റ് പോലെ പെട്ടെന്ന് കത്തില്ല. ആമേൻ പ്രൈസ് ലോർഡ്. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു അവര് ചോദിച്ചെങ്കിൽ ഇതായിരുന്നു മറുപടി, കത്തുക അല്ലേ? അപ്പൊ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവാറില്ലേ? ഒരു പൊരിച്ചില്, ഹോ ഇത് അപ്പൊ തോന്നിയില്ലോ എന്ന് പറഞ്ഞപ്പോ കിട്ടിയോ നിങ്ങൾ പറഞ്ഞോളൂ തന്നെ അല്ലേ? ഇപ്പൊ നീയും അപ്പ പറയാൻ എന്ത് വന്നില്ല, മണ്ണില് വന്നില്ല. ഇപ്പൊ അവര് വന്നെങ്കിൽ ആദ്യം പൊട്ടിക്കും. ഇതല്ലേ നമ്മുടെ ചിന്ത. ഇത് ക്രിസ്തുഭാവമല്ല. സ്തോത്രം. ഇവിടെ പറയുന്നു തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ. ആ സൗമ്യതയും താഴ്മയുമാണ് ഭൂമി അവകാശമാക്കുവാൻ നമ്മൾ അവസാനത്തേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. കർത്താവ് ഉപയോഗിക്കുന്നത് രണ്ട് ഇവരുടെ ലക്ഷ്യം. ഗലാത്യർ 6:1 വായിച്ച്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവർ, അഥവാ വല്ല തെറ്റിലും പെട്ടുപോയ മനുഷ്യനെ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. വരും മനസ്സിലായോ? സൗമ്യതയുള്ള ലക്ഷണം സഹോദരനെ യഥാസ്ഥാനം, വീണുപോയവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഒരാളൊരു തെറ്റ് ചെയ്ത് വിശ്വാസിയായ സഭാ സമൂഹത്തിൽ സമയം അവരുടെ കുടുംബത്തിൽ ഒരു അപാകത ചെയ്തു, ശരിയല്ല ചെയ്തു, ഉടനെ ഓടിച്ചെന്നു. ആമേൻ. ആദ്യം ഓടിസോല കണ്ടു. ഓടിസോല കേട്ടില്ലേ? എന്താ ഇന്നാൾ ചെയ്ത കാര്യം കേട്ടു. ഓട്ടോസാർ പറഞ്ഞില്ല, ആയി അവിടെ വളർത്തി സമാധാനം ഇല്ല. വണ്ടി പിടിച്ചു, അടുത്ത ആള് കയറി.
ബിജുവിന്റെ വീട്ടിൽ പോയി ആ മരത്തം കൂടെ പോയി. ബിജു സോകര ഒന്നും കേട്ടില്ലേ? ഇല്ല. ഒരു 10 ആളോട് പറയാനൊരു സമാധാനം ഇല്ലാത്തവരില്ലേ? ഏതെങ്കിലും ഒരു സഹോദരന് വീഴ്ച ഭവിച്ചാൽ, ഒരു സഹോദരിക്ക് ഒരു താഴ്ച ഭവിച്ചാൽ 10 ആളോടെങ്കിലും പോയി പറയാതെ ഉറക്കം വരാത്തവർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. എന്നാൽ അത് ക്രിസ്തീയ സ്വഭാവമല്ല. പകരം ഒരിക്കലും ഒരു സഹോദരി ഭർത്താവുമായിട്ട് ഇവിടെ വന്നു, നമ്മുടെ സഭാംഗങ്ങളല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സഹോദരിയാകെ വാവിട്ട് കരഞ്ഞിട്ടാ വരുന്നത്. ഞാൻ ചോദിച്ചു, എന്തെങ്ങനെ കരഞ്ഞേ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്ററെ, ഇന്നലെ ഈ മനുഷ്യന്റെ സ്നാനമായിരുന്നു. അത് ബന്ധാവതായി അതല്ല പാസ്റ്ററെ. ഞാൻ എത്ര കാലം മോസിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് ഈ മനുഷ്യൻ സ്നാനപ്പെട്ടെന്ന് അറിയാൻ പാസ്റ്റർ. എന്നിട്ട് കാര്യം പറയാൻ പറഞ്ഞാൽ എന്നിട്ട് ഇയാളൊരു കക്കൂസിലിരുന്ന് വീഡിയോ എടുക്കുന്നു. കക്കൂസിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു? വീഡിയോ വലിക്കുന്നു. ഇത് കണ്ടപ്പോൾ സഹോദരി പുറത്തു നോക്കിയപ്പോ പുക പൊന്നുന്നു, ട്രെയിനിന്റെ പുക. സഹോദരി ചോദിച്ചു, ചതിച്ചില്ലേ എന്ന് ചോദിച്ചു. ഒരു കരച്ചില. അപ്പൊ തുടങ്ങിയ കരച്ചിൽ ഇവിടെ വരുമ്പോഴും കരച്ചിലാണ്. കയ്യോർക്കിന് ആമേ പ്രൈസ് കഴുകളൊക്കെ വൃത്തിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മണമില്ലാത്തതുകൊണ്ട് കയ്യോർക്കിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇവിടെ പാസ്റ്റോട് പറഞ്ഞാൽ പുറത്താരും അറിയില്ലെന്നുള്ള ധൈര്യം കൊണ്ട് ഞാൻ വന്നേ. ഞങ്ങളോട് ആരോട് പറയാൻ എനിക്ക് പയ്യ കാര്യത്തെ ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ധൈര്യം. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കണോ? പ്രൈസ് ലോർഡ്. ആമേ പാസ്റ്ററെ, എനിക്കറിയില്ലായിരുന്നു. എനിക്കിത് ചില കക്കൂസിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സ്നാനപ്പെട്ടത് കഴിക്കാൻ പാടില്ലെന്ന് വലിക്കാൻ പാടില്ലെന്ന് എന്നോട് ആരും ഇത് പറഞ്ഞില്ല. എനിക്കിത് തെറ്റാണോ പാസ്റ്റർ? പറഞ്ഞു, ഇതിങ്ങനെയാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന് മന്ദിരമാണ്. ഇതിനെ വിശുദ്ധമായിട്ട് ഉപയോഗിക്കണം, സൂക്ഷിക്കണം. അയ്യോ പാസ്റ്ററെ, ഞാൻ ചെയ്യില്ല, എനിക്കറിയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരിച്ചുപോയി നമ്മുടെ മാറപ്പെട്ട മത്തങ്ങോട് ആമേൻ. അദ്ദേഹത്തിന്റെ പലപ്പോഴും സഭ്യമല്ലാത്തത് യോഗ്യമല്ലാത്തത് കാണുമ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്റെ വാടപ്പെട്ട എന്തിനാ സംഭവം സ്നാനപ്പെട്ടെന്ന്. അപ്പൊ മുമ്പിൽ പറയണേ, ഞാൻ അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞത് സ്നാനപ്പെടുത്തല്ലേ, ഞാൻ നന്നായിട്ടില്ലെന്ന് അന്നും പറഞ്ഞാണ്. മരണം വരെ കൂപ്പിൽ നന്നായില്ല. ഇങ്ങനെയൊന്നും അല്ല ക്രിസ്തുവിനെ ചേർന്ന് അനുഗമിക്കേണ്ടത്. പല നിർബന്ധത്താലൊന്നും അല്ല, മറ്റുള്ളവന്റെ പോഷിലൂടെ അല്ല. ഇന്ന് പകൽ മനസ്സിലാക്കുക, എനിക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച യേശുവിനെ പോലെയാകണം. എനിക്ക് അവനിൽ ഒന്ന് മറയണം. ഈ ചിന്ത വരട്ടെ. ആ ചിന്തയുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരുത്തിന്റെ വീഴ്ച കണ്ടാൽ ആരോടും പറയാതെ. ഞാൻ ഇന്ന് വായിച്ചത് മത്തായിയുടെ സുവിശേഷത്തിന്റെ ഭാഗമാണ്. കർത്താവ് ആമൻ ഒരു മനുഷ്യന്റെ ക്രമീകരണത്തെ കുറിച്ച് ആമൻ ഒരുത്തിന് യഥാസ്ഥാനപ്പെടുത്തുന്ന ഓർഡർ പറയുന്നുണ്ട്. അവിടുത്തെ നിന്നോട് പഠിച്ചാൽ നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനും നീയും മാത്രമുള്ളപ്പോൾ അവന്റെ കൂടെ വേറൊരാളോ എന്റെ കൂടെ വേറൊരാളോ ഉണ്ടെങ്കിൽ മിണ്ടാൻ പാടില്ല. അവനടുക്ക് ചെന്ന് കാര്യങ്ങൾ പറയണം. അവൻ നിന്നെ കൂട്ടാക്കാഞ്ഞാലോ ഒരാളും കൂടെ സഭയിൽ ഒരു ഉത്തരവാദിപ്പെട്ട ആളെ കൂടി ചെല്ലണം. അവനും കൂട്ടാക്കാഞ്ഞാലോ സഭയിൽ പറയണം. സഭയും കൂട്ടാക്കുന്നല്ലോ അവൻ എനിക്ക് അതിനും പരദേശി അവസാനം തള്ളാവും. കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള നോക്കുക. യേശു ക്രിസ്തു സർവജ്ഞാനിയല്ലേ? യൂദ യേശുവിനെ തള്ളി പറയുമെന്ന് യേശുവിന് അറിയില്ലായിരുന്നോ? എന്നിട്ടും എന്തെങ്കിലും ഒരു അസ്വസ്ഥത അവന്റെ മുമ്പിൽ കാണിച്ച കർത്താവ് 17 സംഗീതമേ യശയാമേ യോഹന്നാൻ 17 പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, കർത്താവേ, അവൻ നീ എനിക്ക് തന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ നാശിച്ച യോഗ്യൻ, അവൻ യോഗ്യത നേടിയത് നശിക്കാനാ. അവനല്ലാതെ ആരും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടും യേശു പിന്നെ നടക്കുമ്പോഴും അവൻ കൂടെ ഉണ്ട് കേട്ടോ. യേശുവിനെ ഒറ്റ കൊടുക്കാൻ പരിശുദ്ധാമേ പുരോഹിതന്മാരുടെയും റോമൻ പട്ടാളത്തോടു കൂടെ വരുമ്പോ യേശുവിനെ വിളിച്ചത് അപ്പം കൊടുക്കുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് യേശു അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. ചെയ്യുവാനുള്ളത് വേഗം ചെയ്തു. അതാരെങ്കിലും കേട്ടോ? അവിടെ 12 പേര്, യേശു അടക്കം 13 പേരുണ്ട്. യേശു യൂദയല്ലാതെ ആരെങ്കിലും കേട്ടോ? ഇല്ല. എന്ത് തെളിവ്? അവൻ യൂദ പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ മറ്റുള്ളവർ ചിന്തിച്ചു, ഇവൻ പൈസ സൂക്ഷിക്കുന്ന ട്രഷറാണ്, എന്തെങ്കിലും വാങ്ങാനോ കൊടുക്കാനോ പോയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നെ ഒറ്റ കൊടുക്കാൻ പോലും യേശു യൂദയോട് പറയുമ്പോൾ അവന് ചെയ്യാൻ പോകുന്ന ചെയ്തോളം പറയുമ്പോൾ പോലും ഒരു ഇരുചെടി അറിയാതെ അവൻ രഹസ്യമായി സൂക്ഷിച്ച് അവൻ ദൈവം പരിപാലിച്ചെങ്കിൽ ക്രിസ്തു സ്വഭാവം നമുക്ക് വേണ്ടേ? മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ
കണ്ടെത്താനല്ല. ചിലർക്ക് കിട്ടിയില്ല ഉറക്കില്ല, സമാധാനമില്ല, ചോറും കഞ്ഞി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. സൗമ്യതയുള്ളവർ ഒരുത്തൻ തെറ്റിപ്പോയാൽ സൗമ്യതയുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ യഥാസ്ഥാനപ്പെടുത്തണം. അത് സൗമ്യതയുടെ ലക്ഷണം. ഭൂമിയുടെ അവകാശമാക്കുന്നവരാണ്. ഇനി ഗലാത്യർ 5:22-23 ഞാൻ പറഞ്ഞു പോകുക, സമയങ്ങൾ പോകുക. ആമേൻ. ഇത് ആത്മാവിന്റെ വരമായിട്ടൊന്നുണ്ട്. ആത്മാവിന്റെ വരമായി ലഭിക്കുന്ന 9 ഫലങ്ങൾക്ക് ആമേൻ 9 വരങ്ങളുണ്ട്. ആ വരങ്ങളിൽ ഒന്നെന്താണ്? നമ്മളിവിടെ സീരിയലിലെ കുട്ടികൾ പറയാറുള്ളല്ലേ, സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. എന്താണ്? ആത്മാവിന്റെ ഫലത്തിൽപ്പെട്ടതാ സൗമ്യത. അന്യഭാഷ മാത്രമല്ല. ഇതൊന്നും നമുക്കില്ല, അത് വേണ്ട. നമുക്ക് 2 അന്യഭാഷ പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസാദം കിട്ടുന്നത് കാരണമാണ്. ദൈവമക്കളെ, ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യർ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഫലങ്ങളല്ല, തിരിച്ച് മനസ്സിലാക്കിക്കോളൂ. ഈ പുസ്തകം പോയി വീട്ടിൽ വായിച്ച ഫലങ്ങളല്ല, ഫലം എന്ന് പറഞ്ഞാൽ 9 രുചികളുള്ള 9 ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ആമേൻ ആമേൻ എന്താ പറയുന്നത് ആമേൻ ഈ ആമേൻ ഫ്ലേവറുള്ള 9 തരത്തിലുള്ള ഫ്ലേവറുകളുള്ള ഓറഞ്ച് കഴിക്കുന്നവൻ ഓറഞ്ചിൻ്റെതുണ്ട്, ആപ്പിൾ കഴിക്കുന്നവൻ ആപ്പിൾ ഉണ്ട്, പ്ലംസ് കഴിക്കുന്ന പ്ലംസ് ഉണ്ട്. അങ്ങനെ 9 വ്യത്യസ്ത ആമേൻ രുചികളുള്ള ഓരോ ഫലമാണ് ആത്മാവിൻ്റെത്. പലരും തെറ്റിയാണ് ആത്മാവിന്റെ ഫലം വേദപുസ്തകത്തില്ല. ഫലം ഒറ്റ ഫലമാണ് ആത്മാവ്. ഇതിന് എന്തുണ്ട്? 9 ഗുണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ദൈവമക്കളെ, സൗമ്യത ആത്മാവിന്റെ ഫലം. ഈ അന്യഭാഷകളിൽ പരിശുദ്ധാത്മ നിറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്ക് പൊക്കി മനസ്സിലാക്കണം. ഇത് പുറപ്പെടുവിക്കാൻ ഏത് വൃക്ഷത്തെയും എന്തിനാ തിരിച്ചറിയും? ഫലം കൊണ്ട് തിരിച്ചറിയുന്ന കേട്ടോ. ഏത് വൃക്ഷത്തെയും തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ്. നമ്മുടെ ഈ ഫലം കൊണ്ട് തിരിച്ചറിയുന്ന വേഗം പോകുക. ആമേൻ. 2 നമ്മൾ നേരത്തെ വായിച്ചു മത്തായി 11:28 നമ്മൾ വായിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ക്രിസ്തു കർത്താവിനെ പഠിക്കണം. എന്നോട് പഠിക്കും, സൗമ്യതയും ധാർമ്മികതയുള്ളവനാകയാൽ എന്നിൽ നിന്ന് പഠിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഭാഗ്യന്മാരെന്ന് പറയുന്നത്? 2 വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. സങ്കീർത്തനം 25:9 വായിച്ച് വേഗം. സങ്കീർത്തനം 25:9 സൗമ്യതയുള്ളവരെ ആമേൻ. സൗമ്യതയുള്ളവരെ അവൻ എന്ത് ചെയ്യുന്നു? ന്യായത്തിൽ നടത്തുന്നു. ആരെ? ദൈവം. നിന്റെ അകത്ത് സൗമ്യതയുണ്ടോ? നടക്കേണ്ടുന്ന വഴിയിലൂടെ അവൻ നിന്നെ നടത്തും. സൗമ്യതയുള്ളവർക്ക് അവൻ തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ദൈവത്തോട് ദൈവമേ എന്ത് ചെയ്യുന്നു ചോദിക്കണമെങ്കിൽ നിന്റെ അകത്ത് സൗമ്യതയുണ്ടെങ്കിൽ ദൈവം നിന്നെ പഠിപ്പിച്ച് നടത്തും. സൗമ്യതയുള്ളവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുകയും അതിലവരെ നടത്തുകയും ചെയ്യും. എന്താണ് ക്വാളിഫിക്കേഷൻ? സൗമ്യത. ഇനി മത്തായി സെഫിന്റെ 2:3 കൂടെ വായിച്ചു വേഗം. യഹോവയുടെ ന്യായം ആ വാക്കൊന്നുകൂടെ വായിച്ച മോളെ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്ന ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിക്കുവിൻ. യഹോവയുടെ കോപദിവസത്തിൽ ഒന്ന് ഒളിച്ചിരിക്കണമെങ്കിൽ, സകല മാനവജാതികളുടെ മേലും വരാൻ പോകുന്ന ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് സൗമ്യതയോടെ യേശുവിനെ പിൻഗമിക്കണം. വലിയ ന്യായവിധി വരാൻ പോകുക. വലിയ ന്യായവിധി ലോകത്തിൽ കടന്നു വരാൻ പോകുകയാണ്. ദൈവം വേണ്ടാത്ത, ദൈവത്തെ വിളിക്കാത്ത ലോക സുഖങ്ങളുടെ പിന്നാലെ, ഇമ്പങ്ങളുടെ പിന്നാലെ കണ്ണിനെ മേയിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ലോകത്തെ ദൈവം ഇരുത്തിയത് കണ്ടോ? ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളെ താഴത്തേക്ക് ഇറക്കി. ആമേൻ. ഇരുമ്പ് യന്ത്രങ്ങൾ ഓടിക്കൊണ്ട് ആമേൻ പാലത്തിലൂടെ ഉരുക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ നിർത്തി.
ബന്ധപ്പെട്ട് ഓടി കൊടുക്കുന്ന മനുഷ്യന്റെ വാഹനങ്ങളെ ഷെഡിൽ കെട്ടി അവൻ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന മനുഷ്യനെ വീട്ടിനുള്ളിൽ അകമച്ചിരുത്തി. ഇത് ഈറ്റുനോവിന്റെ ആരംഭമെങ്കിൽ, ഇതാണ് ഈറ്റുനോവിന്റെ ആരംഭമെങ്കിൽ വരാൻ പോകുന്ന കൊടിയ ന്യായവിധിയിൽ നിന്ന്, ലോകത്തിൽ വരാനുള്ള ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സുപ്രസന്ന കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഇന്ന് നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് വന്ന് കാഴ്ചവെട്ടിച്ചത് ആ രക്തത്താൽ കൈകൾ പ്രാപിച്ച് അവന് വേണ്ടി ജീവിക്കണം. ഈ ഭൂമിയിൽ ആരും ഒന്നും കൈവശമാക്കുന്നില്ല, അല്പകാലം അനുഭവിക്കുന്നു. പണത്തെ കുറിച്ച് മനുഷ്യന് ഒരു പ്രമാണമുണ്ട്. പണം ഒരു മനുഷ്യന്റെ അല്പകാലം കൈവയ്ക്കുന്നു, അത് കഴിഞ്ഞാൽ പണം അവന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഇവൻ പണത്തെ വിട്ടുപോകുന്നു. ഇത് യാഥാർത്ഥ്യമല്ലേ? പണം കൈവശം വെച്ച് ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. നാളെ മരിച്ചാൽ നമ്മൾ വിട്ടുപോയാൽ പറ്റൂ. അല്ലെങ്കിൽ ചിലർക്ക് കണ്ടിട്ടില്ല, വലിയ സമ്പന്നന്മാർ ഒന്നുമില്ലാതെ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? വയനാട്ടിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടില്ല മരിച്ചത്? അവന് വീട് എത്ര ഏക്കറില്ല, കോടികൾ അവിടെ എടുത്ത് കൈവശം വെച്ചതാണ്. പൊട്ടി കാശിന് കാര്യങ്ങൾ അവൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവൻ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു. പണം ഇതിന്റെ പുറകിലോടുന്നവരോട് പറയട്ടെ, ഒന്നിങ്ങ പണം നിന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ പണം നിന്നെ വിട്ടുപോകും. രണ്ടും സംഭവിക്കാം. പക്ഷേ അവൻ ഇന്ന് പകൽ സൗകര്യോടെ നീ ജീവിച്ചാൽ നിന്നെ എതിർക്കുന്നവരുള്ളിലും നിനക്ക് സ്ഥാനമുണ്ട്. മഹാനായ ഇന്ത്യ കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി EMS ശങ്കരൻ പോലിപ്പാട് പറഞ്ഞ ഫ്രഞ്ച് പ്രവർത്തനാമുഖം എന്ന പുസ്തകത്തിലെ ആമുഖത്തിൽ ഒരു വാക്കുണ്ട്. യേശു ചരിത്ര പുരുഷനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ജീവിച്ചിരുന്നുവോ എന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, യേശു പറയാൻ അവന് വേണ്ടി രക്തസാക്ഷികളായി തീരാൻ കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നു. ഇതല്ലേ സത്യം? കോടിക്കണക്കിന് രക്തസാക്ഷികളാകാൻ തയ്യാറുള്ളവരുടെ ഒരു വലിയ നിര യേശുവിന് വേണ്ടിയിട്ടുണ്ട്. പലസ്തീനിൽ ജനിച്ച യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന് നമ്മളും യേശു വേണ്ടി മരിക്കാൻ തയ്യാറല്ലേ? ഇതാണ് ഭൂമിയെ കൈവശമാക്കൽ. മണ്ണ് കൈവശമാക്കലല്ല, ഇതെല്ലാം വിട്ടുപോകും. യേശു ആമേൻ. എപ്പോഴും പറഞ്ഞതുപോലെ ഒന്ന് ഞാൻ പറയട്ടെ, ഞാനും മുസോളിനിയൊക്കെയും അധികാരങ്ങൾ അലക്സാണ്ടറൊക്കെയും ആയുധങ്ങൾ കൊണ്ട് ഭൂമിയെ നേടി. ആമേൻ. മനുഷ്യനെ കൊണ്ടുവച്ചു, ഞങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചു, സൈനിക ശക്തി കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് സ്ഥാപിച്ചു. പക്ഷേ ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം തകർന്നുപോയി, ഞങ്ങളുടെ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നുപോയി. പക്ഷേ ആ നസ്രായന്റെ മതം, ആ രാജ്യം ഇന്നും നിലനിൽക്കുന്നു. കാരണം അവനത് കെട്ടിപ്പടുത്തത് സ്നേഹത്തിലാണ്. ഇത് സാധാരണക്കാരി പറഞ്ഞതല്ല. ദ്വീപിൽ തടുപുള്ളിയായി ക്യാൻസർ വന്ന ഏകനായി മരിക്കാതെ കിടക്കുന്ന പറഞ്ഞ വാക്കാണ്, നസ്രായൻ സ്നേഹത്തെ സ്ഥാപിച്ച രാജ്യം മാത്രം നിൽക്കുന്നു. നമ്മുടെ അകത്തൊരു സ്ഥാനം കർത്താവിനുണ്ട്. അമേരിക്കന്റെ ജീവിതത്തിലുണ്ട്, സ്ഥാനമുണ്ട്. ആഫ്രിക്കക്കാരന്റെ ഇതിലുണ്ട്, ഓസ്ട്രേലിയക്കാരന്റെ കയ്യിലുണ്ട്. എല്ലാ ജനത്തിന്റെ കയ്യിൽ യേശു കർത്താവ് ജീവിക്കുന്നു. ഇതാണ് ഭൂമി കൈവശമാക്കുക. അവൻ നിന്റെ സന്തതി ദ്രോഹിക്കുന്നവരെ അവൻ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞ് ഈ മണ്ണിനെ കുറിച്ചല്ല, അവരോട് ക്ഷമിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളത്തിൽ നിനക്ക് കിട്ടുന്നതായ സ്ഥാനമാണ് അവകാശമാകുന്ന ഭൂമി. ഇതിനു വേണ്ടി ദൈവം ഒരുക്കട്ടെ, അതിനെ ഏൽപ്പിച്ചു.